കാട്ടുകൊമ്പന്മാരെ മെരുക്കാനും വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കാനുമാണ് കുങ്കി ആനകളെ ഉപയോഗിക്കുന്നത്. വന്യമായി നടന്നിരുന്ന ആനകളെ മെരുക്കി കുങ്കിയാക്കി മാറ്റാൻ ഏകദേശം 3 മുതൽ 5 വർഷം വരെ കഠിനമായ പരിശീലനം ആവശ്യമാണ്. കേരളത്തിൽ വയനാട്ടിലെ മുത്തങ്ങ ആന പരിശീലന കേന്ദ്രമാണ് കുങ്കി ആനകളെ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രധാന കേന്ദ്രം. ശക്തമായ തടികൾ കൊണ്ട് നിർമ്മിച്ച പ്രത്യേക കൂട്ടിലാണ് ഇത്തരം ആനയെ താമസിപ്പിക്കുക. പാപ്പാന്മാർ ആനയ്ക്ക് ഭക്ഷണം നൽകുകയും ആനയെ കുളിപ്പിക്കുക, ദേഹമുരച്ചു കഴുകുക എന്നിവയിലൂടെ ആനയും പാപ്പാനും തമ്മിലുള്ള വിശ്വാസം കൂടുകയും ചെയ്യുന്നു. മറ്റ് ആനകളെ തള്ളാനോ വടം ഉപയോഗിച്ച് വലിക്കാനോ ഉള്ള പരിശീലനം ഇവിടെ നൽകുന്നു. കാട്ടിൽ പടക്കം പൊട്ടുമ്പോഴോ വെടിമരുന്നിന്റെ മണം ഉണ്ടാകുമ്പോഴോ പരിഭ്രമിക്കാതെ നിൽക്കാൻ ഇവയെ ശീലിപ്പിക്കുന്നു. കുത്തനെയുള്ള മലകൾ കയറാനും ചതുപ്പു നിലങ്ങളിൽ നടക്കാനും പ്രത്യേക പരിശീലനം നൽകുന്നു. കുങ്കിയാനകൾ ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്. 3-4 കുങ്കിയാനകൾ ചേർന്ന് ഒരു കാട്ടാനയെ വളയുന്ന രീതിയുണ്ട്. കേരളത്തിൽ മുത്തങ്ങ കൂടാതെ കോന്നി, കോടനാട് എന്നിവിടങ്ങളിലും പരിശീലനം നടക്കാറുണ്ടെങ്കിലും വന്യമൃഗങ്ങളെ നേരിടാനുള്ള കുങ്കി സ്പെഷ്യലൈസേഷൻ മുത്തങ്ങയിലാണ് കൂടുതൽ കാര്യക്ഷമമായി നടക്കുന്നത്. വയനാട്ടിലെ മുത്തങ്ങ ക്യാമ്പിലെ ഏറ്റവും കരുത്തനായ കുങ്കിയാണ് വിക്രം. ഇടുക്കിയിലെ ചിന്നക്കനാലിൽ വെച്ച് അരിക്കൊമ്പനെ പിടികൂടി ലോറിയിലേക്ക് കയറ്റാൻ ഏറ്റവും കൂടുതൽ ബലം പ്രയോഗിച്ചത് വിക്രമാണ്. വിക്രമിനൊപ്പം തന്നെ പേരെടുത്ത മറ്റൊരു കുങ്കിയാണ് കോന്നി സുരേന്ദ്രൻ. വളരെ ശാന്ത സ്വഭാവിയാണെങ്കിലും ജോലിയിൽ അതീവ കൃത്യത പുലർത്തുന്ന ആനയാണ് സുരേന്ദ്രൻ. ലോറിയിലേക്ക് ആനകളെ കയറ്റുന്ന സമയത്ത് പിന്നിൽ നിന്ന് തള്ളാനാണ് സുരേന്ദ്രനെ അധികവും ഉപയോഗിക്കുന്നത്. അരിക്കൊമ്പൻ ദൗത്യത്തിൽ പങ്കെടുത്ത വയനാട്ടിൽ നിന്നെത്തിയ പ്രധാനിയാണ് കുഞ്ചു. അരിക്കൊമ്പൻ ദൗത്യത്തിൽ അണിയറയിൽ നിന്ന കരുത്തനാണ് സൂര്യ. അരിക്കൊമ്പൻ ദൗത്യത്തിന് ശേഷം പാലക്കാട് ധോണിയിൽ ഭീതി പരത്തിയ PT-7 എന്ന ആനയെ പിടികൂടാനും ഈ കുങ്കിയാനകൾ തന്നെയാണ് നേതൃത്വം നൽകിയത്. 60 വയസ്സ് വരെയാണ് കുങ്കിയാനകളുടെ സർവീസ് കാലയളവ്. 60 വയസ്സായ ശേഷം ഇവരെ ഔദ്യോഗികമായി വിരമിപ്പിക്കുകയും ബാക്കി കാലം ആന പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യും. തമിഴ്നാട്ടിലെ കലീം എന്ന കുങ്കിയാന 60 വർഷത്തെ സേവനത്തിന് ശേഷം ഈയിടെയാണ് വിരമിച്ചത്. ഇത്തരം അറിവുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.